ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എല്ലാവരും ദൈവത്തിൻ്റെ സന്നിധിയിൽ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് സഞ്ചാര സുവിശേഷകനായിരുന്നു അല്ലേ? ഇന്നത്തെ പോലുള്ളതായ യാതൊരു യാത്രാ സംവിധാനങ്ങളും അന്ന് കർത്താവിനില്ലായിരുന്നു. കുതിരവണ്ടിയോ രഥമോ കാറോ മോട്ടോർ സൈക്കിളോ ഒന്നുമില്ല, സൈക്കിൾ പോലും ഇല്ല. നടന്നു പോയ സുവിശേഷം പറയും. എവിടെ ചെന്നാലും കർത്താവിൻ്റെ സാന്നിധ്യമാണ് ജനം അനുഭവിക്കുന്നത്. അവിടെ ഒരു വിടുതലുണ്ട്, അവിടെ ഒരു സൗഖ്യമുണ്ട്, അവിടെ അനേകർ ഭക്ഷിച്ച് തൃപ്തരാകുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കർത്താവിൻ്റെ വലിയൊരു സാന്നിധ്യമാണ് സോർ സീദോൻ എന്ന സ്ഥലത്തു കൂടി കർത്താവ് കടന്നു പോകുമ്പോൾ ഒരു സ്ത്രീ കടന്നു വന്ന് അവളുടെ മകളെക്കുറിച്ചുള്ളതായ അപേക്ഷ കർത്താവിനോട് പറയുന്നു. എൻ്റെ മകൾക്ക് ഭൂതോദ്രവം കൂടുതലാണ്, യേശുവേ ദാവീദ് പുത്ര എന്ന് നിലവിളിച്ചുകൊണ്ടാണ് പറയുന്നത് അല്ലേ? അത് മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായം 22-ാമത്തെ വാക്യത്തിൽ നമ്മളിത് വായിക്കുന്നുണ്ട്. അപ്പോൾ ആ അപേക്ഷ കേട്ട് കർത്താവ് ആ സ്ത്രീക്ക് മറുപടി കൊടുത്തു. ആ നാഴികയിൽ അവളുടെ മകളുടെ സൗഖ്യം ലഭിച്ചു. അപ്പോൾ കർത്താവ് വീട്ടിൽ വരണമെന്നില്ല, വഴിയിൽ വെച്ച് കൽപ്പിച്ചാലും സ്വർഗത്തിലിരുന്ന് കൽപ്പിച്ചാലും നമ്മുടെ ഈ അടുക്കൽ വന്നിരുന്ന് കൽപ്പിച്ചാലും അത് നടക്കും. അത് ആർക്കൊരു വിടുതൽ വേണോ അവരെന്ത് ചെയ്യണം? മുട്ടിപ്പോയി അപേക്ഷിക്കണം, കർത്താവിൻ്റെ സന്നദ്ധിയിൽ നിലവിളിക്കണം, കരയണം, പ്രാർത്ഥിക്കണം. ഒരു വാഗ്ദത്ത ദൂത് കേട്ടു, ദൈവം ചെയ്യട്ടെ എന്ന് പറഞ്ഞ് നമ്മുടെ കാര്യം നോക്കി നമ്മുടേതായ ഇഷ്ടാനിഷ്ടങ്ങളൊക്കെ നടത്തി ഇങ്ങനെ പോവുക കാര്യം നടക്കത്തില്ല. പിന്നെയോ ആ കേട്ട ദൂത് ഏറ്റെടുത്ത് സ്തോത്രം ചെയ്ത് ലഭിക്കുമ്പോഴും പ്രാർത്ഥിക്കണം. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോഴാണ് ഒരു ദൈവിക വിടുതൽ കാണുവാനിടയാകുന്നത്. അതിനായിട്ട് ഈ വചനം സഹായിക്കട്ടെ. ഈ സ്ത്രീ യേശുവിൻ്റെ ആ വാർത്ത കേട്ടയുടനെ അവൾ കർത്താവിൻ്റെ അടുക്കലെത്തി അവിടെ സങ്കടം ബോധിപ്പിച്ച് അവൾ കാര്യം സാധിച്ചു കടന്നു പോയല്ലേ? പ്രിയരെ, നമ്മുടെ സങ്കടങ്ങളും കർത്താവിനോട് ബോധിപ്പിക്കുക. ഏത് വിഷയമാണെങ്കിലും, ഏത് പ്രയാസപ്പെടുന്ന അവസ്ഥയാണെങ്കിലും അതെല്ലാം മാറ്റിത്തരുവാൻ എൻ്റെ യേശു മതിയായവരാണ്. അത് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ സ്തോത്രം ചെയ്യട്ടെ, ദൈവത്തിന് മഹത്വം കൊടുക്കട്ടെ. കർത്താവ് നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം തരും, നിങ്ങളെ ഉദ്ധരിക്കും, നിങ്ങളെ സഹായിക്കും. എല്ലാവരുടെയും മുമ്പിൽ അഭിമാനമാക്കി നിർത്തും. അപമാനമായ വിഷയത്തെ അഭിമാനമാക്കി നിർത്തുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിച്ച ജനം ദൈവത്തിന് സ്തോത്രം ചെയ്യട്ടെ. കർത്താവ് ഈ വചനങ്ങളാൽ നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.